രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നതോടെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാകും എന്ന കോൺഗ്രസിന്റെ അവകാശവാദം വെറും പൊള്ളയാണെന്നാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും കർണാടകയിലും അല്ലാതെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് കാര്യമായ റോളൊന്നും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സുരക്ഷിത സീറ്റായ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണ്. ആ വിമർശനത്തെ നേരിടാനായി തയ്യാറാക്കിയ ഒട്ടും ബലമില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഈ ദക്ഷിണേന്ത്യൻ പോരാട്ടം എന്ന വാദമെന്ന് എല്ലാവർക്കും അറിയാം. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളും ഓരോ സീറ്റ് വീതമുള്ള പുതുച്ചേരിയും ലക്ഷദ്വീപുമാണ് സാധാരണയായി ദക്ഷിണേന്ത്യയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത്. രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആകെ 130 സീറ്റാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ സംഭാവന. ഇതിൽ 20 സീറ്റാണ് 2014 കോൺഗ്രസിനുണ്ടായിരുന്നത്. BJPക്കും 20 സീറ്റ് തന്നെയാണ്. സഖ്യകക്ഷികളെ കൂട്ടിയാൽ കോൺഗ്രസിന് ആകെ 23ഉം BJPക്കും TDPയുടെയും അണ്ണാ DMKയുടെയും സീറ്റ് കൂട്ടിയാൽ ആകെ 75 സീറ്റും തമിഴ്നാട്ടിൽ ഇക്കുറി DMK ഉൾപ്പെടുന്ന സഖ്യത്തിന് 9 സീറ്റിലുമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇക്കുറി DMK തരംഗത്തിൽ മുന്നണി തൂത്തുവാരുമെന്ന് പ്രതീക്ഷിക്കുന്ന തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ചൊരു സ്വാധീനവും ചെലുത്താനില്ല എന്നതും ശ്രദ്ധേയമാകുന്നു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി BJPക്ക് 3ഉം കോൺഗ്രസിന് 2 സീറ്റുമാണ് ലഭിച്ചത്. TDP സഖ്യം അവസാനിച്ചതോടെ BJPക്ക് 2 സംസ്ഥാനങ്ങളിലും പ്രതീക്ഷ തീരെയില്ലാതായി. കോൺഗ്രസിൻ്റെ സ്ഥിതിയും വളരെ പരിതാപകരമാണെന്ന് നേതൃത്വം തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. രാഹുൽ വയനാട്ടിൽ നിന്നാൽ ആന്ധ്രയിലും തെലങ്കാനയിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതുന്നത് അതിരുകടന്ന സ്വപ്നം മാത്രമാണ്. കർണാടകയിൽ JDSയുമായി സഖ്യമായതോടെ കോൺഗ്രസിന് ഇക്കുറി സീറ്റ് വർധന സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. എന്നാൽ BJPയിൽ നിന്ന് കടുത്ത മത്സരം നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഒറ്റയ്ക്ക് സ്വാധീനമുള്ള ഏക സംസ്ഥാനം കർണാടകയാണ്. ആ കർണാടകയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായിട്ടും അവിടെ മത്സരിക്കാതെ വയനാട്ടിൽ വന്ന് മത്സരിച്ച് കർണാടകയിലും സ്വാധീനം ഉണ്ടാക്കാമെന്ന് പറയുന്നത് എന്തൊരവകാശവാദമാണ്. ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ BJPയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടമാണ് രാഹുൽ വയനാട്ടിൽ നടത്തുന്നതെന്ന വാദം ഇപ്പോൾ കൂടുതൽ മൂർച്ചയുള്ളതാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.